ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ പ്രൈസ് ആൻഡ് മാർക്കറ്റ്, വിലയും വിപണിയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസസ് ഉള്ള 4 മാർക്കിന്റെ മുഴുവൻ ക്വസ്റ്റ്യനുകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. സോ 4 മാർക്കിലേക്ക് നോക്കുന്ന സമയത്ത് എന്റെ മക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അവിടെ ഒരു 4 പോയിന്റ്സുകളാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംഷൻ, ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നമ്മളെ തീരുമാനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ടേസ്റ്റ് ആണ്. നമ്മുടെ അഭിപ്രായം, നമ്മുടെ താല്പര്യമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയും. നമുക്ക് ഇഷ്ടമുള്ള വസ്തു മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഉപയോഗിക്കാറുള്ളൂ, നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അല്ലാതെ ഇഷ്ടമില്ലാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കൂല. അതുപോലെ തന്നെ എൻവറോൺമെന്റ് അവയർനെസ്, പാരിസ്ഥിതിക അവബോധമാണ്. മൂന്നാമത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥയാണ്. നാലാമത്തെ ക്വാളിറ്റി അഥവാ ഗുണമേന്മയാണ്. അഞ്ചാമത്തെ റിലയബിലിറ്റി, വിശ്വാസ്യതയാണ്. കറക്റ്റ് സൈസ് ആൻഡ് വെയിറ്റ്, ശരിയായ അളവും തൂക്കവും. മക്കളെ, ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 4 പോയിന്റുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സാധനം നമ്മൾ വാങ്ങണോ വാങ്ങണ്ടേ തീരുമാനിക്കുന്നത്, ഒന്ന് അതിന്റെ വില നോക്കിയിട്ടല്ലേ, പ്രൈസ്. അപ്പൊ എന്ത് ചെയ്തു, ഫെയർ പ്രൈസ്, ന്യായമായ വിലക്ക് നോക്കിയിട്ടാണ്. രണ്ടാമത്തെ അതിന്റെ ക്വാളിറ്റി ഉണ്ടോ, അതിന് എന്ത് ചെയ്യാൻ നല്ല ഗുണമേന്മ ഉണ്ടോ നോക്കും. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ എൻവറോൺമെന്റിന് പറ്റിയതാണോ, നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയതാണോ നോക്കും. നാലാമത്തെ അഡ്വർടൈസ്മെന്റ് നോക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. 4 പോയിന്റ് ആയ മതി. ഇങ്ങനെ 4 പോയിന്റുകളാണ് കൃത്യമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസെപ്ഷൻ, ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സുസ്ഥിര ഉൽപാദനത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. മക്കളുടെ സുസ്ഥിര ഉൽപാദനം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക്, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടെ ബാക്കിയാക്കുന്ന രീതിയിൽ നമ്മൾ ഏതൊരു വസ്തുവിനെയും ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സുസ്ഥിര ഉൽപാദനം എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നാമത്തേത് മിനിമം എക്സ്പ്ലോയിറ്റേഷൻ ഓർ മിസ്യൂസ് ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് മിനിമം അഥവാ വളരെ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, ചൂഷണം ചെയ്യാം. എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യുന്നതിന് ദുരുപയോഗത്തിന്റെയും അളവുകൾ മാക്സിമം എന്ത് ചെയ്യണം, കുറക്കണം. അതുപോലെ തന്നെ അടുത്താണ് റെഡ്യൂസ് എൻവറോൺമെന്റൽ ഇമ്പാക്ട്, പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന ആഘാതങ്ങൾ എന്ത് ചെയ്യണം, കുറക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് മാക്സിമം റീന്യൂവബിൾ പോസിബിലിറ്റീസ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പുനരുൽപാദനത്തിലുള്ള സാധ്യതകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും പുനർ ഉപയോഗിക്കാനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം എനർജി കൺസർവേഷൻ, ഊർജ്ജ സംരക്ഷണം പരമാവധി ഉറപ്പുവരുത്തണം. ടു എൻഷുർ സേഫ് വർക്ക് പ്ലേസ് എൻവറോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ വർക്കേഴ്സ്, സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. അപ്പൊ ഇതിന്റെ വരുന്ന ചോദ്യം എന്താണ് മക്കളെ, സുസ്ഥിര ഉൽപാദനത്തിന്റെ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സുസ്ഥിര ഉൽപാദനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, എൻവറോൺമെന്റ് പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം കുറക്കുക. അതുപോലെ തന്നെ റീസൈക്കിൾ, വീണ്ടും പുനരുപയോഗിച്ചുകൊണ്ടിരിക്കുക. ചൂഷണം കുറയ്ക്കുക, എന്ന് വെച്ചാൽ എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കുക. കൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എനർജി കൺസർവേഷൻ, നമ്മുടെ ഊർജ്ജ സംരക്ഷണം പരമാവധി ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഥവാ സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇവിടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആണ്. കണ്ടോ, സുസ്ഥിര ഉൽപാദനമാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞ വാക്ക് എന്താണ്, സുസ്ഥിര വികസനമാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. ഒരുപാട് ഗോൾസുകൾ നമുക്ക് പറയാൻ പറ്റും. നോ പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതിരിക്കുക, സീറോ ഹങ്കർ, വിശപ്പില്ലാത്ത അവസ്ഥ വരിക, ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം കൊണ്ടുവരിക, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസം കൊണ്ടുവരിക, ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം കൊണ്ടുവരിക, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ശുദ്ധജലവും ശുചിത്വവും കൊണ്ടുവരിക, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, നല്ല ശുദ്ധമായ ഊർജ്ജം എന്ത് ചെയ്യുന്നു, താങ്ങാവുന്ന വിലക്ക് കൊണ്ടുവരിക, ഡീസന്റ് വർക്ക്, നല്ല ജോലി ഉണ്ടായിരിക്കുക, ഇൻഡസ്ട്രി, വ്യവസായങ്ങൾ കൊണ്ടുവരിക, റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റി, അസമത്വങ്ങൾ കുറയ്ക്കുക. അങ്ങനെ 17 പോയിന്റുകളുണ്ട്. അത് എന്റെ മക്കൾ, ഇവിടെ മാത്രം എന്റെ മക്കളോട് ഞാൻ പറയാണ് 6 പോയിന്റുകൾ പഠിച്ചേക്കാം. ഇതിൽ ഏതെങ്കിലും 6 പോയിന്റ് പഠിച്ചേക്കാം. കാരണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ഇതിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ അല്ലെങ്കിൽ 1 പോയിന്റ് നമുക്ക് തരും, എന്നിട്ട് ബാക്കി 4 എഴുതാൻ വേണ്ടിയിട്ടാണ് തരാം. അപ്പൊ ആ സമയത്ത് 6 പോയിന്റുകളെങ്കിലും പഠിച്ചാൽ മാത്രമേ ഉത്തരം നമുക്ക് ഫുൾ ആക്കിയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ കേട്ടോ. സോ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്റെ മക്കൾ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ് മാർക്കറ്റ് അഥവാ വിപണി എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തെയാണല്ലോ മാർക്കറ്റ് എന്ന് പറയുന്നത്, വിപണി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് അഥവാ മാർക്കറ്റിന്റെ സവിശേഷതകൾ ഏതൊക്കെയെന്നുള്ള ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടായിരിക്കും മക്കളെ, ബയ്യേഴ്സും സെല്ലേഴ്സും അഥവാ വിൽക്കുന്ന ആളുകളും വാങ്ങുന്ന ആളുകളും അവിടെ എന്തായിരിക്കും, ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ പ്രൈസ്, സാധനത്തിന്റെ വില എന്ത് ചെയ്തിട്ടുണ്ടാവും, തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. അവിടെ വാങ്ങുന്നവനും വിൽക്കുന്നവനും തുല്യ പ്രാധാന്യം ഉണ്ടായിരിക്കും. കാരണം രണ്ടാളുണ്ടെങ്കിൽ മാത്രമേ അവിടെ കച്ചവടം നടക്കുള്ളൂ. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ സെലക്ട് ഗുഡ്സ്, ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടെക്നിക്ക്, വിപണന തന്ത്രങ്ങൾ നിലനിൽക്കുന്നു. കോമ്പറ്റീഷൻ എമംഗ് ദ
ട്രേഡേഴ്സ് കച്ചവടക്കാർക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കും, ഡൈവേഴ്സിറ്റി ഓഫ് ദ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു നല്ല കോഡിന് ഒരു ചെറിയ കഥ പോലെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ആ കഥയൊക്കെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിൻ മാരത്തോണിലായിരിക്കും പറഞ്ഞു തരാം. നമ്മുടെ 17-ാം തീയതിയുടെ മെയിൻ മാരത്തോണിലായിരിക്കും പറഞ്ഞു തരാം. സോ ഇതിന് പഠിക്കാനുള്ള കോഡിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ വരണം. അതേസമയം നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി. ഈ ഒരു ചാപ്റ്റർ എന്ത് പഠിക്കണം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടെക്നിക്, വിപണന തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ കച്ചവടം നന്നായിട്ട് കൂടണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഈ നമ്മളെ വലിയ വലിയ കച്ചവടക്കാർ ചെയ്യുന്ന ഐഡിയാസ് എന്തൊക്കെയെന്നുള്ളതാണ്. ഒന്ന് ആഫ്റ്റർ സെയിൽസ് സർവീസ്, വിൽപ്പനാന്തര സേവനം ഉണ്ടാവണം, പ്രൊഡക്റ്റ് വെറൈറ്റി, ഉൽപ്പന്നങ്ങളെ വൈവിധ്യം ഉണ്ടാവണം, അട്രാക്റ്റീവ്നെസ്, ആകർഷണീയത ഉണ്ടാവണം. ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ എന്ന് ഷോപ്പിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലേക്കൊന്നും പോകൂല. അഡ്വർടൈസ്മെന്റ്, പരസ്യം വേണം, ഡിസ്കൗണ്ട് കൊടുത്ത ആളുകൾ കയറി വരാൻ സാധ്യതയുണ്ട്, റിബേറ്റ് കൊടുത്ത ആളുകൾ കയറി വരാൻ സാധ്യതയുണ്ട്, ഇ കൊമേഴ്സ്, ഈ ഓൺലൈൻ ട്രാൻസ്ഫറിങ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വിപണന തന്ത്രങ്ങൾ, മാർക്കറ്റിംഗ് ടെക്നിക്ക് ഉള്ളത്. എന്നാൽ മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയുടെ ലിമിറ്റേഷൻസുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ടതുണ്ട് ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം. ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ട് കാണിച്ചിട്ടുള്ള കാര്യമില്ലേ, അതെല്ലാം നമ്മൾ ലൈവിലേക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ അത് പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിക്കാണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ലൈവിലേക്ക് നിങ്ങൾ വരാവൂ. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും ടഫുള്ള ചാപ്റ്ററാണ്, പല ആളുകൾക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്ത് പഠിക്കണം എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ വേഗം തന്നെ പഠിച്ചോടാ. ടാറ്റാ, ബൈ ബൈ.